പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ചെറക്കൽ ഇടവകയിലെ വാർഷിക ധ്യാനത്തിൻ്റെ കുമ്പസാര ദിവസമാണ് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് ഓർക്കുക. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സഫാനിയ 3:18 വചനം വെളിപ്പെടുത്തുകയാണ്. നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. നിന്നെക്കുറിച്ച് അവിടുന്ന് ആര്? എൻ്റെ ദൈവം, എൻ്റെ യേശു അതിയായി ആഹ്ലാദിക്കും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടായി. ഒരു പക്ഷേ എൻ്റെ മാതാപിതാക്കൾ എന്നെക്കുറിച്ച് ആഹ്ലാദിച്ചിരുന്നുവെങ്കിൽ, എൻ്റെ പങ്കാളി എന്നെക്കുറിച്ച് എന്നെ ഒന്ന് നല്ലത് അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മക്കൾ, എൻ്റെ കൂടപ്പിറപ്പ്, അല്ലെങ്കിൽ അധികാരികൾ, ടീച്ചർ, അങ്ങനെ പലരും, വികാരിയച്ഛൻ, അങ്ങനെയൊക്കെ നമ്മൾ ആഗ്രഹിക്കില്ല. നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? എൻ്റെ യേശു എന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞിരുന്നുവെങ്കിൽ, എൻ്റെ യേശു എന്നെക്കുറിച്ച് നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായി ആഹ്ലാദിക്കും. നമുക്ക് പ്രിയ സഹോദരങ്ങളെ, വേറെ ആരും നമ്മെക്കുറിച്ച് നല്ലത് പറഞ്ഞില്ലെങ്കിലും എൻ്റെ യേശുവിൻ്റെ സവിധത്തിലെ എൻ്റെ യേശു എന്നെക്കുറിച്ച് നല്ലത് പറയണം. അതിൻ്റെ ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദത്തിൻ്റെ കൃപ സ്വർഗം നമുക്ക് നൽകും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു 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 പീസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയില്ലേ സഹോദരങ്ങളെ, അത് നമുക്ക് കർത്താവ് തരും. ഈ ഒരു കാലഘട്ടത്തിൽ ശരിക്കും അങ്ങനെ ഒരു പീസ് ഓഫ് മൈൻഡൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടമാണ്. എല്ലാവരെയും നോക്കിയാലും ടെൻഷൻ, ബുദ്ധിമുട്ട്, പ്രയാസം, വിഷമം. ശരിക്ക് ഈശോയെ നിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് എന്നെ സഹായിക്കണം. അതൊരു കൃപയാണ് കേട്ടോ. ആ ഒരു കൃപ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നമ്മളൊരു പരിശുദ്ധ കുർബാനയിലും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ, എന്ത് കുടുംബ പ്രാർത്ഥനയിൽ, പരിശുദ്ധ കുർബാനയിലൊക്കെ ഈ ഒരു നിയോഗം, ദൈവമേ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ എന്നെ സഹായിക്കണം പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് ആ ഒരു കൃപ നമുക്ക് തരും. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് ഒരു ഹോംവർക്ക് അച്ഛൻ തരുന്നത്, ഇന്ന് കുമ്പസാരാണല്ലോ ചെറക്കൽ ഇടവകയിൽ. ആ ചെറക്കൽ ഇടവകയിലെ എല്ലാ ദൈവമക്കളും ഈശോയുടെ ഇഷ്ടം എന്താണോ അത് നിറവേറ്റാനുള്ളൊരു കൃപ കർത്താവെ എല്ലാ മക്കൾക്കും നൽകണമേ. നല്ലൊരു കുമ്പസാരത്തിനായിട്ട് അവരെ സഹായിക്കണമേ എന്ന് നമ്മൾ അവർക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിന് പ്രീതികരമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ ഭർത്താവിനെ അനുഗ്രഹിക്കണേ, എൻ്റെ ഭാര്യയെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കൾക്ക് A+ കിട്ടണേ, അങ്ങനെയല്ലല്ലോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മളറിയാത്തൊരു ജനതയായിരിക്കും ചിലപ്പോൾ ചെറക്കലെന്ന് പറയുന്നത്. അവരെ കർത്താവെ സജുച്ചൻ എന്ന് പറഞ്ഞിട്ട് അച്ഛനാണ് ധ്യാനിപ്പിക്കുന്നത്. അച്ഛൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന ടീമിൽ അംഗങ്ങളാണെന്ന നിലയ്ക്ക് ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു ജപമാല ചെയ്ത് കാഴ്ചവെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈശോ നമ്മളുടെ ആ ഒരു നിസ്വാർത്ഥമായ സ്വർഗരാജ്യത്തിന് വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങളെ കർത്താവ് വിലമതിക്കും. പ്രൈസ് ദ ലോർഡ്. വില മനസ്സിലാവുന്നുണ്ടോ? ഈശോയെ ഒരു വെളിച്ചം കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. എപ്പോഴും എന്നേക്കും. ആമേൻ.